പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഇരുമ്പമ്പുളി ഒന്ന് അച്ചാറിട്ടാലോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചേറെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാമേ. ഇത് മുഴുവൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. ഇനി കുറച്ച് കായം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10-25 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണേ. ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം മാറ്റി വെക്കുന്നത് നല്ലപോലെ ഉപ്പും മുളകും കായവും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നമുക്കിനി ഇത് ഒന്ന് മാറ്റി വെക്കാമേ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഒന്നിട്ട് കൊടുക്കാമേ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. അതിൻ്റെ കൂടെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇത്രയും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. ശകലമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ ആ പുളിക്കകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ശകല കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അച്ചാർ പൊടിയാണ്. ഇനി ഞാൻ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, അച്ചാർ പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടിയും കൂടി ഇട്ട് അതുകൂടെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ പുളി ഒന്ന് ഇട്ട് കൊടുക്കാമേ. കാരണം ആ പുളിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കാമേ. ഒത്തിരി വെന്തു പോകരുത്. ഇത് 3-4 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ തുറന്നാണ്. ഇതിനകത്ത് ഉപ്പ് കുറവായിരുന്നു, ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.